أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أنا സഹോദരന്മാരെ ശ്രോതാക്കളെ, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ മഅഖിലി ചർച്ചക്കെടുത്ത വിഷയം അള്ളാഹുവിൻ്റെ വിശാലമായ കഴിവ് കൽപ്പനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് തൗഹീദാകുന്ന മുസ്ലിം ലോകത്തിൻ്റെ ആദർശത്തിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് ഖുർആൻ പഠിപ്പിച്ച രൂപത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്ന രൂപത്തിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷിട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന, സത്യവിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മഅയ്യത്തുള്ള എന്ന വിഷയത്തെക്കുറിച്ചാണ്. മഅയ്യത്തുള്ള എന്ന വിഷയം അഥവാ അള്ളാഹു നമ്മുടെ കൂടെയാവുക എന്നത്, ഏത് സമയത്തും അള്ളാഹു കൂടെയാവുക എന്ന ആ പ്രത്യേകത സത്യവിശ്വാസിക്ക് ലഭിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ തുറകളിലും, എല്ലാ സന്ദർഭങ്ങളിലും, അവൻ്റെ ഉറക്കത്തിലും, അവൻ ഉണരുന്ന സന്ദർഭത്തിലും, ഏത് സമയത്തിലും, അവൻ മരണപ്പെട്ട് കഴിഞ്ഞാലും പരലോകത്തിലും എല്ലായിടത്തിലും മഅയ്യത്തുള്ള ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വെച്ചിട്ട് റബ്ബുൽ ഇസ്സത്തിന്റെ കഴിവ് കൽപ്പിനെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അവന്റെ അളമത്ത് നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് നമുക്ക് കടത്തി കയറ്റാൻ സാധിക്കുന്നു അത്ര കണ്ട് നാം അവന്റെ അളമത്തിനെ ഗ്രഹിക്കാൻ വേണ്ടി പാടുപെടുക എന്നതാണ്. അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് എത്ര വർദ്ധിക്കുന്നു അത്ര കണ്ട് മഅയ്യത്തുള്ള എന്ന ആ പദപ്രയോഗം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു എന്നതാണ് ഇന്ന് മക്ക ഇമാമ് ഡോക്ടർ മാഹിർ അൽ മഅഖിലി ഊന്നി പറഞ്ഞതായ വിഷയം. ആലിമുൽ ഗൈബി വശഹാദത്തുൽ കബീറുൽ മുതആൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മറഞ്ഞ കാര്യങ്ങളും അറിയുന്ന ആളാണ്. മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്നല്ലാതെ അവർ നബിമാരും ഗൈബ് അറിയുന്നവരിൽ പെട്ടതല്ല. ഇത് ഗൈബ് അറിയുക എന്നത് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ആരും തന്നെ ഗൈബ് അറിയുക തന്നെ ഇല്ല. ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി ഗൈബ ഇല്ലല്ലാഹ്. ആകാശത്തിലും ഭൂമിയിലും എന്ന് വീണ്ടും ആദ്യം പറഞ്ഞ ആയത്തിൽ അത് ഭൂമിയിൽ എന്ന് മാത്രം എന്ന് മനസ്സിലാക്കി പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വീണ്ടും ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശത്തിലോ ഭൂമിയിലോ ഗൈബായ കാര്യങ്ങൾ അല്ലാഹു മാത്രമാണ് അറിയുക, ജിബ്രീൽ വരെ അറിയുന്നതല്ല. മലക്കുകൾക്കോ നബിമാർക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ അറിയിച്ചു കൊടുക്കും എന്നതിനെ കുറിച്ച് ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അറിയിച്ചു കൊടുക്കുന്ന കാര്യം മാത്രമാണ് അവർ അറിയുക എന്നല്ലാതെ അവർക്ക് സ്വയമായി അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കാത്ത രൂപത്തിൽ ഭൂമിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചോ വരാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചോ ഒരു മനുഷ്യന്റെ ആഖിബത്തിനെ കുറിച്ചോ അവന്റെ ജീവിത രീതിയെക്കുറിച്ചോ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ മറഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ഗൈബ് എന്ന പേരിൽ പറയപ്പെടാൻ പറ്റുന്നതായ അദൃശ്യമായ ഒന്നും തന്നെ സൃഷ്ടികൾക്ക് ആർക്കും തന്നെ, മലക്കിനാവട്ടെ, ജിന്നിനാവട്ടെ, മനുഷ്യനാവട്ടെ, നബിമാർക്കാവട്ടെ, വലിയമാർക്കാവട്ടെ, മഹാത്മാക്കൾക്കാവട്ടെ, സാലിഹ്യങ്ങൾക്കാവട്ടെ, ആർക്കും തന്നെ അറിയാൻ സാധിക്കുന്നതല്ല. ذلك بأن الله هو الحق. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലത്തിൽ ഓതിയതായ ആയത്തിനെ കുറിച്ച് പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നു, മിമ്പറിന്റെ മീതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേറിയിട്ട് അല്ലാഹുവിന്റെ കഴിവ് കൽപ്പനെ കുറിച്ച് കുറിക്കുന്നതായ ആയത്ത് ഓതുകയാണ്. വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി. അല്ലാഹുവിനെ അവർ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന് കൊടുക്കേണ്ടതായ ഗ്രേഡ്, സ്ഥാനം, ബഹുമതി അവർ വേണ്ടതുപോലെ നൽകിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബളതുഹു യൗമൽ ഖിയാമ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ആരാണ് അല്ലാഹു? അല്ലാഹുവിന്റെ കഴിവ് എന്താണ്? ആ ഭൂമി, ആ സകലം അവന്റെ പിടുത്തത്തിലാണ്. പരലോക ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ വസ്സമാവാതു മത്വിയാത്തും ബിയമീനി. ഈ വിശാലമായ ആകാശലോകം, ആകാശങ്ങൾ ആ സകലം കടലാസി ചുരുട്ടിപ്പിടിച്ചതുപോലെ അവന്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കുന്നതായ സന്ദർഭമാണ് ആ ദിവസം അഥവാ ഖിയാമത്ത് നാൾ. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു എത്ര വലിയ പരിശുദ്ധൻ, അല്ലാഹു മഹാപരിശുദ്ധനത്രേ. നിങ്ങൾ അഥവാ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ നീച നികൃഷ്ട
തോന്നിവാസം ചെയ്യുന്നതായ ഷിയാക്കളെ പോലത്തതായ വിഭാഗത്തിലേക്കും മുശ്രിക്കീങ്ങളായ വിഭാഗത്തിലേക്കും സൂചനയാണ്. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതായ ആ ശിർക്ക് അത്രയും മഹാപാപം അള്ളാഹുവായ മഹാനായ ഇത്രയും വലിയതായ കഴിവുള്ള കൽപ്പുള്ളതായ റബ്ബിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ കാട്ടുന്നതായ ധിക്കാരമാണ്. അള്ളാഹു അവന് അതിൽ നിന്നിട്ടൊക്കെ പരിശുദ്ധനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്, ആയത്തിലൂടെ വിവരിക്കുകയാണ്. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയതിന്റെ ശേഷം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായ വാക്ക് അനൽ ജബ്ബാർ, ഞാൻ ജബ്ബാറാണ്, അനൽ മുതകബ്ബിർ, ഞാൻ മുതകബ്ബിറാണ്, അനൽ മലിക്, ഞാൻ മലിക്കാണ്. ജബ്ബാർ മുതകബ്ബിർ എന്നൊക്കെ പറഞ്ഞാൽ കീഴടക്കി ഭരിക്കുന്ന അള്ളാഹുവിന്റെ ആ മഹാ അധികാരത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നത്. അവന്റെ മഹിമയെ പൊഴുത്തുകയും അവൻ തന്നെ സ്വയം വാഴ്ത്തുകയും ചെയ്യുന്നതായ ശൈലിയാണ്. അനൽ മുതആൽ, എല്ലാവരുടെയും മീതെയുള്ളതായ വ്യക്തിത്വമാണ്, ശക്തിയാണ്. യുമജ്ജിദു നഫ്സഹു എന്ന് റസൂൽ പറയുന്നു. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാ ആയത്ത്, ഈ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ആയത്ത് ഓതിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ റസൂൽ കയറിയിരുന്നതായ ആ മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ചുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ട് മിമ്പർ ചലിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ പേടിച്ചുപോയി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിട്ട് വീണു പോകുമോ എന്ന്. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കഴിവുകൽപ്പിനെ മനസ്സിലാക്കിയതായ റസൂലുള്ളാഹി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പനെ നമുക്ക് ഈ ആയത്തിലൂടെ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ച ശൈലിയായിരുന്നു അത്. ആ രൂപത്തിലാണ് നാമും മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ മഅയ്യത്ത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മുടെ നേതാക്കളായ മഹാത്മാക്കളാകുന്ന നബിമാർക്കും അവരുടെ അനുയായികൾക്കും അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിക്കും എല്ലാം നേടിയെടുക്കാൻ സാധിച്ചതായ ആ നേട്ടങ്ങളൊക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ പല പല സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സംഭവത്തിലേക്ക് നമുക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് നാം ഏത് സമയത്തും അള്ളാഹുമായുള്ള മഅയ്യത്തുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖത്തിൽ നിന്നിട്ട് മോചിക്കാനും പ്രയാസത്തിൽ നിന്നിട്ട് മോചിക്കാനും പ്രശ്നങ്ങളിൽ നിന്നിട്ട് പരിഹരിക്കുവാനും ഞാൻ എന്റെ ശൈലിയിൽ പറയാറുള്ളത് പോലെ മല പോലെ വരുന്നതായ പ്രശ്നങ്ങൾ മഞ്ഞുപോലെയാക്കി മാറ്റുവാനും ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വീണ്ടെടുക്കുവാനും നമുക്കത് സഹായകമാകും. മഅയ്യത്തുള്ള എന്ന അഥവാ അള്ളാഹിനോടൊപ്പം എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. മഅയ്യത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്റെ കൂടെ, നീ അള്ളാഹുവിന്റെ കൂടെയാണെങ്കിൽ എന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ കൂടെ ഏത് സന്ദർഭത്തിൽ നാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, വീണ്ടെടുക്കാൻ, നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതായ നേട്ടമാണത്. എന്ത്? അല്ലദീന ആമനു, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിയതായ ആയത്താണ്. അല്ലദീന ആമനു, സത്യവിശ്വാസികൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. അറിയണം, ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തിയും സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക. അതെ, അപ്പോൾ ഈ ഭൂമിയിൽ ദുഃഖമുണ്ടാവുക, പ്രയാസമുണ്ടാവുക, അത് മനുഷ്യ സഹജമാണ്, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലായ്പ്പോഴും ഇവിടെ ദുഃഖമല്ല, എല്ലായ്പ്പോഴും ഇവിടെ സന്തോഷമില്ല. ഹിയൽ ഉമൂറു കമാ ശാഹത്തുഹാ ദുവലുൻ മൻ സറഹു സമനുൻ സഅതുഹു അസ്മാനു എന്ന് കവി പറഞ്ഞതുപോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രാവശ്യം ദുഃഖമാണെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം സന്തോഷമാണ്. വലൈസത് ഹാദിഹി ദുനിയാ ബിശൈഇൻ തസൂഉക താറതൻ വതസുറു വഖത വഗായതുഹാ ഇദാ ഫക്കർത ഫീഹാ കഫൈഇക ഔ കഹുൽമിക ഇദ ഹലുംത എന്ന് കവി പറഞ്ഞതും വളരെ സത്യമാണ്. വലൈസത് ഹാദിഹി ദുനിയാ ബിശൈഇൻ, ഈ ഭൂമി ഒന്നും തന്നെയല്ല. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് ചിലപ്പോൾ ദുഃഖം, നിനക്ക് ചിലപ്പോൾ സന്തോഷം. ഇവിടെ എപ്പോഴും സന്തോഷമാണെങ്കിൽ ഇത് നല്ല നാടാണെന്ന് പറയാമായിരുന്നേനെ. അല്ല, എപ്പോഴും സന്തോഷം ഇവിടെ ആർക്കും തന്നെ ലഭിക്കുന്നതല്ല. എപ്പോഴും സന്തോഷമില്ല, എപ്പോഴും ദുഃഖവുമില്ല. ഇവിടെ ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ടി വരും, സന്തോഷിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അവർ അല്ലാഹുവിന്റെ മഅയ്യത്ത് നേടിയെടുത്തതായ സംഭവത്തിലേക്ക് മക്ക ഇമാം ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധയെ, ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തീ കുണ്ടാര ത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതായ ആ മഹാരംഗം, എത്രയോ കാലഘട്ടങ്ങൾ കത്തിച്ച് 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 ഈ ജ്വാല ഇങ്ങനെ കയറി കയറി വന്നിട്ട് അന്തരീക്ഷം വരെ വെന്തുരുകുന്നതായി മാറിയതായ ഒരു മഹാ അന്തരീക്ഷമായിരുന്നു അത്. എത്രത്തോളം ജനങ്ങള് ഇബ്രാഹിം നബിയോടുള്ള തൗഹീദിനോടുള്ള വെറുപ്പ് കാരണത്താൽ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അള്ളാഹുവിനോട് എതിർത്തുകൊണ്ട് മത്സരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, ഖബറിനെ പൂജ നടത്തുന്ന, ഖബറിന്റെ പരിസരത്തിൽ അള്ളാഹുവിന് നേർച്ചയാക്കുന്ന
ഉണ്ടാക്കേണ്ടതായ നേർച്ചയെ കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് നേർച്ചയാക്കി കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നതായ നീച നികൃഷ്ട സംഭവങ്ങളും നീച നികൃഷ്ട ചിന്താഗതികളും പേര് നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഭാഗമാണിത്. യഥാർത്ഥത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന്റെ എതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ശിർക്കിനെ സ്ഥാപിക്കാൻ വേണ്ടി, ശിർക്ക് ചെയ്യാൻ വേണ്ടി ആ വിഭാഗം പാടുപെട്ടപ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം അതിന് നേരിൽ നിന്നുകൊടുത്തു. അതിനെതിരിൽ പോരാടി, തനിച്ച് പോരാടി, ആരുമില്ലാതെ പോരാടി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവൻ അവസാനം വധിക്കാൻ തീരുമാനിച്ച ശൈലിയാണ് നിങ്ങൾ കേൾക്കുന്നതായ അള്ളാഹു തന്നെ വിശദീകരിച്ചതായ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം. തഫ്സീറിന്റെ ഉടമകളായ മഹാത്മാക്കൾ പഠിപ്പിക്കുകയാണ്, പറഞ്ഞു തരികയാണ്. ആ തീക്കുണ്ടാരത്തിനെ അവർ കാലങ്ങൾ, വളരെ ദീർഘകാലങ്ങൾ കത്തിച്ചു. അതിൽ ചിലരൊക്കെ വിറകുകൾ നേർച്ചയാക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഇബ്രാഹിമിനെ കത്തിക്കാൻ വേണ്ടി. അവരുടെ ആവശ്യം നിറവേറ്റുന്നുമുണ്ടായിരിക്കും. അത് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു അങ്ങനെയാണ് കാട്ടുക. ഏത് കബറാളികൾക്ക്, ഏത് പൂജകന്മാർക്ക്, അള്ളാഹു അല്ലാത്ത പൂജകന്മാർക്ക് അത് അമ്പലത്തിൽ പോയിട്ട് ചെയ്താലും ഖബറിന്റെ പരിസരത്തിൽ പോയിട്ട് ചെയ്താലും നേർച്ചയാക്കിയാൽ ആ നേർച്ച ചിലപ്പോൾ നീ നേർച്ചയാക്കിയാലും അള്ളാഹു അല്ലാത്ത നേർച്ചയാക്കിയാലും അള്ളാഹ്ക്ക് നേർച്ചയാക്കിയാലും നിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് ആര്? അള്ളാഹു തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുന്നുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അവരെ പരിശോധിക്കാൻ വേണ്ടിയായിരിക്കും. അതൊന്നും തെളിവല്ല എന്ത് അവൻ ചെയ്യുന്ന ക്രൂരകൃത്യം ശരിയാണ് എന്നതിലേക്ക് തെളിവല്ല. ചുരുക്കത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിച്ചെറിയപ്പെട്ടതായ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നാണ്. അമ്മ ഇലൈക ഫലാ, ജിബ്രീലേ നിങ്ങളിലേക്ക് ഒരു ആവശ്യം എനിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇബ്രാഹിം അവിടുന്ന് എന്താണ് തുടർന്ന് പറഞ്ഞത്? അമ്മ ഇലല്ലാ, അള്ളാഹുലേക്കാണെങ്കിൽ ഫഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അള്ളാഹു മതി, വനിഅമൽ വകീൽ, അവനാണ് പരമേൽപ്പിക്കാൻ പറ്റിയതായ മഹാശക്തി, മഹാവ്യക്തി. അപ്പോൾ ആ ഈ മഅയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു അറിയാതെ കാണാതെ കേൾക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന മഅയ്യത്ത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിൽ നാം കണ്ടതുപോലെ മഹാനായ യൂനുസ് അലൈഹി സ്വലാമിലും നാം കണ്ടു. മത്സ്യം വിഴുങ്ങിയതായ സന്ദർഭം, ഇരുളിന്റെ അകത്ത്, കടലിന്റെ അകത്തായി മാറിയതായ സന്ദർഭത്തിൽ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഫനാദാ ഫിദ്ദുലുമാത്, ഇരുളുകളിൽ, അഥവാ കടലിന്റെ ഇരുള് വേറെ, മത്സ്യത്തിന്റെ പള്ളയുടെ ഇരുള് വേറെ. അങ്ങനെ ഇരുളിന്റെ അകത്ത് ദുലുമാത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിക്കുകയുണ്ടായി അല്ലാഹുവിനെ, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മറ്റൊരിടത്ത് പറയുകയാണ്, വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ആദ്യം ഓതിയതായ ആയത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് ആ ഇരുളിൽ വെച്ചിട്ട് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീ ഏകനാണ്, നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ ശക്തനില്ല, വ്യക്തിയില്ല, നീ പരിശുദ്ധനത്രേ എന്നതായ മഹാകരിമ പറഞ്ഞുകൊണ്ട് ആ മഅയ്യത്തുല്ലാഹി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ സന്ദർഭത്തിൽ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫസ്തജബ്നാ ലഹു, നാം അവർക്ക് ഉടനെ തന്നെ മറുപടി നൽകി. വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്നിട്ട്, ദുഃഖത്തിൽ നിന്നിട്ട് അവരെ നാം രക്ഷപ്പെടുത്തി. പക്ഷെ ഇത് യൂനുസിന് മാത്രമല്ല ഉള്ളതല്ല. ഖുർആൻ ഓതുന്നവരെ, ഈ ശബ്ദം കേൾക്കുന്നവരെ, ഖുർആൻ കേൾക്കുന്നവരെ എല്ലാവർക്കും പാഠമാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതുപോലെയുള്ള മഅയ്യത്തുല്ലാഹി ജീവിതത്തിൽ കൈകൊണ്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും ഉള്ളതായ നേട്ടമാണ്, ഭാഗ്യമാണ് ഇത്. അതാണ് അള്ളാഹു പറഞ്ഞത് മറ്റേ ആയത്തിൽ, വലൂലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അവര് അള്ളാഹുവിന് തസ്ബീഹ് മുഴക്കിയിട്ടില്ലെങ്കിൽ, മത്സ്യത്തിന്റെ പള്ളയിൽ വെച്ചിട്ട് അവർ തസ്ബീഹ് മുഴക്കിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ലെങ്കിൽ, ആ മഅയ്യത്തുല്ലാഹ് സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ പള്ളയിൽ അവര് താമസിച്ചിരുന്നേനെ, ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരേക്കും, സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന നിമിഷം വരേക്കും ആ കടലിൽ തന്നെ മത്സ്യത്തിന്റെ പള്ളയിലായിരുന്നേനെ എന്ന് അള്ളാഹു പറയുകയാണ്. അതുപോലെ തന്നെ മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നാം പലപ്പോഴും കേട്ടതാണ്. ഈ സാധുവിന്റെ ശബ്ദത്തിൽ കൂടി തന്നെ അറിയാവുന്നതാണ്. ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ എന്ന ആ വാക്ക് ഫറോവയും അവന്റെ പട്ടാളവും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ബാക്കിൽ ഓടി വന്നതായ സന്ദർഭം, മഹാശക്തിയുള്ളതായ സേന മൂസ നബി അലൈഹി ഇസ്ലാമിനെയും അവരുടെ കൂടെയുള്ളതായ ശേഷികെട്ടവരായ ബനു ഇസ്രായേലുകളെയും നശിപ്പിക്കാൻ വേണ്ടി വന്നു. അവരോടുകയാണ് ബാക്കിൽ ഇവന്റെ പട്ടാളവും. ഓടുന്ന
സന്ദർഭത്തിൽ അവരെവിടേക്കെത്തി? കടൽ തീരത്തിലേക്ക് എത്തി, ചെങ്കടലിലേക്ക് എത്തിയതായ സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖൗമ് പറഞ്ഞ വാക്കാണ് ഇന്നാല മുദ്റകൂൻ. നമ്മുടെ ആ പട്ടാളം, അഥവാ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി പട്ടാളം, ആ പട്ടാളം നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. അവരുടെ കീഴിൽ നാം ഇപ്പോൾ ഒതുങ്ങേണ്ടി വരും. അവരെ നമ്മെ പരാജയപ്പെടുത്തും, അവരെ നമ്മെ വധിക്കും, അവരെ നമ്മെ നശിപ്പിക്കും. ഇനി അതല്ലെങ്കിലോ കടലാണ് മുമ്പിൽ, ഈ കടലിലേക്ക് നമ്മുടെ ശരീരം വലിച്ചെറിയേണ്ടി വരും, നാം മരിക്കേണ്ടി വരും. അപ്പോൾ മഹാനായ ആ മൂസ നബി അലൈഹി സ്വലാം മഅയ്യത്തുള്ള പ്രാക്ടീസ് ഉള്ളതായ മഹാനായ മൂസ എന്താ മറുപടി പറഞ്ഞത്? കല്ല, അങ്ങനെ സംഭവിക്കാൻ പോകുന്നതേ അല്ല, അങ്ങനെ സംഭവിക്കുന്നതുമല്ല. ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ഏതാനും നിമിഷങ്ങൾക്കിടയിലാണ് സംഭവം നടക്കുന്നത്. ഈ നിമിഷത്തിനിടയിലാണ് തീരുമാനമാവേണ്ടത്. ആ നിമിഷത്തിനിടയിലാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാമിന്റെ ശബ്ദം വരുന്നത്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നാണ്, നമ്മുടെ കൂടെ എന്ന് പറഞ്ഞില്ല. കാരണം നമ്മുടെ എന്ന് പറയണമെങ്കിൽ 100 മഅയ്യത്തുള്ള ബനൂ ഇസ്രായേലുകൾക്ക് ഉണ്ടാവണം, അവർക്ക് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ അത്ഭുതത്തോടുകൂടി ഷിട്ടികളെ സംബന്ധിച്ചിടത്തോളമാണ് അത്ഭുതം. അത്ഭുതകരമാം വിധം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് വെടി കൊണ്ട് ഇടിക്കാൻ പറഞ്ഞു. ഇടിച്ചതായ സന്ദർഭത്തിൽ ആ സമുദ്രം പിളർന്ന് അവിടെ വഴിയായി മാറി. ആ വഴിയിൽ കൂടി രക്ഷപ്പെട്ടു. ബനൂ ഇസ്രായേലുകളും രക്ഷപ്പെട്ടു, മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനോടൊപ്പം. ആ സന്ദർഭത്തിൽ അതിനുശേഷം വരുന്നതായ ഫറോവയെയും അഥവാ ഫിറഔനെയും അവന്റെ അനുയായികളെയും ആ കടൽ വിഴുങ്ങുകയും ചെയ്തു. ഇത്രയും വലിയ നിഅമത്ത് ചെയ്തതായ, നിഅമത്തിന് കീഴ്പ്പെടാനുള്ളതായ ഭാഗ്യം ലഭിച്ചവരായ ബനൂ ഇസ്രായേലുകൾ അല്പം മുമ്പോട്ടെത്തിയപ്പോൾ ആരോ പൂജ നടത്തുന്ന കണ്ടു, ആരോ ബിംബങ്ങളെ പൂജിക്കുന്ന കണ്ടു, ഖബർ പൂജകന്മാരായ ആൾക്കാരെ കാണുന്നത് പോലെ അവിടെ പൂജ നടത്തുന്നതായിട്ട് കണ്ടു. ആ സന്ദർഭത്തിൽ നമുക്കും ഇതുപോലെ ദൈവം വേണ്ടേ, നമുക്കും പൂജിക്കാൻ ഒരു സാധനം, ഒരു ചിഹ്നം മുമ്പിൽ ഉണ്ടാവൽ നല്ലതല്ലേ എന്ന് അവിടുന്ന് ചോദിക്കപ്പെട്ടു. ആരാണ് ചോദിച്ചത്? ഇതേ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതായ ബനൂ ഇസ്രായേലുകൾ തന്നെ ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ബനൂ ഇസ്രായേലുകൾ എന്നിട്ട് നല്ലൊരു വിഭാഗം, അങ്ങനെയുള്ള വിഭാഗമായതുകൊണ്ട് ആ വിഭാഗത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടല്ല മൂസ നബി ഇസ്ലാം പറഞ്ഞത് ഇന്ന മഅനാ റബ്ബുന എന്നല്ല പറഞ്ഞത്, ഇന്ന മഅയ്യ റബ്ബി സയഹ്ദീൻ എന്നാണ് പറഞ്ഞത്. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത് നാം എത്ര കണ്ട് ഉണ്ടാക്കിയെടുക്കുന്നു അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം കാണാൻ സാധിക്കും. ദുനിയാവിൽ തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ സന്തോഷകരമായ ആഹ്ലാദകരമായ ജീവിതം നയിക്കാൻ നമുക്ക് സഹായിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ശൈലിയും അങ്ങനെ തന്നെയാണ്. വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅയുനിനാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എന്താണ് റസൂലിന് പറയുന്നത്? നിങ്ങൾ റബ്ബ് തീരുമാനിച്ച തീരുമാനത്തിന് കീഴ്പ്പെടൂ, അതിനെ നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക. റബ്ബിക, നിങ്ങൾ റബ്ബിന്റെ കൽപ്പനയെ അതിൽ ക്ഷമ കൈകൊള്ളുക. അള്ളാഹുവിന്റെ കൂടെ തന്നെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് എത്ര കണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ ഫഇന്നക ബിഅയുനിനാ, പേടിക്കേണ്ടതില്ല. നമ്മുടെ നേതൃത്വത്തിലാണ്, നമ്മുടെ കീഴിലാണ് നിങ്ങൾ, നമ്മുടെ കൺമുമ്പിലാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയാസം നേരിടേണ്ടതില്ല. എത്ര പ്രാവശ്യം റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി പാടുപെട്ടു. അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ വിധം രക്ഷപ്പെടുത്തി. ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ. വല്ലാഹു യഅസിമുക മിനൻ നാസ്, മനുഷ്യന്മാരുടെ ക്രൂരകൃത്യത്തിൽ നിന്നിട്ട് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതായ ആ വാക്ക് അല്ലാഹു പുലർത്തി കാണിച്ചു കൊടുത്തു. ആദ്യമായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായതായ ആ മാളത്തിലേക്ക് റസൂൽ ഒളിച്ചതായ മാളത്തിലേക്ക് മക്ക കാഫിരീങ്ങൾ ഊരിയ വാളുമായിട്ട് നബിയെ വധിക്കാൻ വേണ്ടി വന്ന അവിടെ ആ സ്ഥലത്തേക്ക് സന്നിധരായ സന്ദർഭത്തിൽ, അവിടെ എത്തിയതായ സന്ദർഭത്തിൽ അവരുടെ നിഴല് കാണുന്ന സന്ദർഭം വന്നു. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രയാസപ്പെട്ടുകൊണ്ട് അവർ നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവർ തല താഴ്ത്തിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടുപോകും റസൂലെ എന്ന് പറഞ്ഞപ്പോൾ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അവിടെ നമ്മുടെ എന്ന് പറഞ്ഞു. കാരണം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരേ ലമീറിൽ, ഒരേ വാക്കിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന മഹാവ്യക്തിത്വമാണ്. ബനൂ ഇസ്രായേലുകളെ പോലെയല്ല. ബനൂ ഇസ്രായേലികൾ അതിന് കൊള്ളുന്നതാത്തവരാണ്. അതുകൊണ്ടാണ് അവരെ മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം ഉൾക്കൊള്ളിക്കാത്തത്. ഇതൊക്കെ ഉൾക്കൊള്ളിക്കാത്തെന്ന് പറഞ്ഞാൽ മൂസാ നബി അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ആരാ പറഞ്ഞത്? അള്ളയാണ് പറഞ്ഞത്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നല്ലാഹ മഅനാ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? അത് അള്ളാഹു ആണ് പറഞ്ഞത്. അതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡ് പൊക്കാൻ പറ്റുന്നതായ മഅയ്യത്തുള്ള ഉൾക്കൊണ്ടത് കാരണത്താൽ അവർക്ക് ലഭിച്ചതായ ആ നേട്ടവും സമ്പാദ്യമാണ് ഇത് കുറിക്കുന്നത്. അതെ,
അപ്പോൾ മഅയ്യത്തുള്ള എന്ന് പറയുന്നതായ ആ പ്രത്യേകത ഉണ്ടാക്കിയെടുത്ത നബിമാരല്ലാത്തവരെ തന്നെ നമുക്ക് പരിചയമുണ്ട്. പലർക്കും മനഃപ്പാടമുള്ള കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഹജ്ജിന് വേണ്ടി വന്ന, ഉംറയ്ക്ക് വേണ്ടി വന്ന, ഹജ്ജും ഉംറയും ചെയ്ത് പോയവര് ഹാജർ അലൈഹി സ്വലാമിന്റെ കഥ അറിയാത്തവരില്ലേ? ഇല്ലല്ലോ. എന്താണ് ഹാജർ? നബിയത്തല്ല, ഹാജർ റസൂലത്തല്ല. ഹാജർ അലൈഹിസ്സലാം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഭാര്യയാണ്. ആ മഹദിയായ ഭാര്യ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹാജറിനെയും അവരുടെ മകൻ ഇസ്മായിലിനെയും അവിടെ മരുഭൂമിയിൽ വെള്ളമില്ലാത്ത, ജനവാസ കേന്ദ്രമില്ലാത്ത, ജനങ്ങളില്ലാത്ത, പറവളില്ലാത്ത, ഒന്നുമില്ലാത്തതായ ആ മരുഭൂമിയിൽ ഒഴിവാക്കി പോയതായ സന്ദർഭത്തിൽ ഞാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ പോകുന്നതായി പോക്ക് ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണോ? ഇവിടെ വെള്ളമില്ലല്ലോ, ഇവിടെ ഭക്ഷണമില്ലല്ലോ, ഇവിടെ ഒന്നും തന്നെ ഇല്ലല്ലോ, ഇവിടെ ജനങ്ങളില്ലല്ലോ, ഇവിടെ ഒന്നുമില്ലാതെ ഞങ്ങൾ ഒഴിവാക്കി പോവുകയാണോ എന്ന് 3 തവണ മടക്കി ചോദിച്ചതാണ്. ഇബ്രാഹിമിന്റെ കൂടെ എന്തെല്ലാം മറുപടിയില്ല, ഒന്നിനും മറുപടി നൽകിയില്ല. അവസാനത്തെ ചോദ്യമാണ് മഹദിയായ ആ സഹോദരി ചോദിച്ചത്, നിങ്ങളോട് നിങ്ങൾ ഈ പോകുന്ന പോക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണോ അല്ല നിങ്ങളുടെ ഇഷ്ടാനുസരണമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ മഹാനായ ഇബ്രാഹിം പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ്. എന്നാൽ പോയിക്കോളീൻ, ഇന്നല്ലാഹ ലാ യുളയ്യിഉനാ അബദാ, അള്ളാഹു നമ്മെ പാഴാക്കി കളയുന്നതേ അല്ല എന്നതായ ആ വാക്ക് മഅയ്യത്തുല്ലാ, ആ മഅയ്യത്തുല്ലാ നാം അവിടെ കണ്ടതാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനാർത്തതായ സന്ദർഭത്തിൽ കണ്ടതായ മഅയ്യത്ത്, അത് ലോകം ഓർമ്മിച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടി എല്ലാ കൊല്ലത്തിലും നാം ഉദ്ഹിയ ഇറക്കുകയാണ്. എല്ലാ കൊല്ലത്തിലും ബലി പെരുന്നാൾ വരുമ്പോൾ, ബലി പെരുന്നാൾ അതിന്റെ പേര് തന്നെ, ബലി ഇറക്കുന്ന പെരുന്നാൾ. ആ ബലി പെരുന്നാൾ വരുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുലുള്ള കെട്ടുകെട്ടിയുള്ള വിശ്വാസം, ഇസ്മായിൽ അലൈഹി സ്വലാമിന് അള്ളാഹുലുണ്ടായ കെട്ടുകെട്ടിയുള്ള മഅയ്യത്ത്, അത് ശരിക്ക് പ്രകടമായി തുറിച്ച് കണ്ടതായ പരീക്ഷണമായിരുന്നു അത്. ആ പരീക്ഷണത്തിൽ രണ്ടുപേരും റാങ്ക് നേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല വഫദൈനാഹു ബിദിബ്ഹിൻ അദീം, മഹാ അറക്കാനുള്ള സാധനത്തെ അതിന് പകരം നാം അവർക്ക് ഫിദിയാക്കി നൽകുകയും ചെയ്തു. അതാണ് ഖിയാമത്ത് നാൾ വരെ ഫിദിയായിട്ട്, ഉദ്ഹിയായിട്ട് മുസ്ലിം ലോകം ആജിമാർ നിലക്ക് അറക്കുന്നു, അല്ലാത്തവർ മറ്റൊരു നിലക്ക് ഉദ്ഹിയായിട്ട് അറക്കുന്നു. ഇവിടെയെല്ലാം മഅയ്യത്തുള്ള നാം കണ്ടതുകൊണ്ടുണ്ടായതായ പ്രത്യേകതയാണ്. ഈ വാക്ക് പറഞ്ഞതായ ഈ സന്ദർഭം നാം ഓർക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതായ വാക്ക് നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കേണ്ടതുണ്ട്. ആര് പറഞ്ഞപ്പോൾ? ഹാജർ അലൈഹി സ്വലാം ഈ വാക്ക് പറഞ്ഞതായ സന്ദർഭത്തിൽ വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത് ഈ മഅയ്യത്തുള്ള ഉണ്ടാകുമ്പോൾ നബിമാരെ മാത്രമല്ല നാം രക്ഷപ്പെടുത്തുക, മറിച്ച് ഹാജറിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എത്രയോ മുസ്ലിം സഹോദര സഹോദരിമാരാകുന്ന മഅയ്യത്തുല്ലാഹിയുമായി അള്ളാഹുലേക്ക് ചെന്നതായ, അള്ളാഹുമായുള്ള ടച്ച് ക്ലിയർ ആക്കിയതായ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാതെ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാതെ, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കാതെ, അള്ളാഹു അല്ലാത്തതായ ശക്തികൾ എടുക്കൽ പോയിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെടാതെ, അള്ളാഹുവിനെ ബഹുമാനിച്ച് ആദരിച്ച് അള്ളാഹുവിന്റെ കഴിവ് കൽപ്പി മനസ്സിലാക്കി ജീവിക്കുന്ന ഏത് സത്യവിശ്വാസിക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് അള്ളാഹു മടക്കി പറയുകയാണ്, വകദാലിക നിൻജിൽ മുഅ്മിനീൻ, ഇങ്ങനെയാണ് നാം മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുക. അപ്പോൾ മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഏത് സമയത്തും അവരുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നത് അവര് എല്ലാ സന്ദർഭത്തിലും ഇസ്തിശ്ആർ ഉണ്ടാവണം, അവർ കണ്ടറിയണം, അവർ ഉൾക്കൊള്ളണം, അവരതുകൊണ്ട് ആസ്വദിക്കണം. രാവിലെ ഉണരുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ, അല്ലെങ്കിൽ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ എന്ന് പറയുന്നു. അത് മഅയ്യത്തുല്ലാ എന്നതായ വാക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതായ ഒരു ശൈലിയാണ്. അൽഹംദുലില്ലാ, ഞാൻ അള്ളാഹുവിന് സ്തുതിഗോത്രം നൽകുന്നു. അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി, എന്നെ ജീവിപ്പിച്ചു, എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം. അപ്പോൾ മരണമായിരുന്നു എന്ത് ഉറക്കം, ഒന്നിരിക്കലും അവിടുന്ന് അവസാനത്തെ മരണം മരിക്കാൻ സാധ്യതയുണ്ട്. ആ മരണത്തിന്റെ ശേഷം എന്നെ ജീവിപ്പിച്ചതായ റബ്ബിന്റെ സ്തോത്രം എന്ന് പറയുമ്പോൾ രാവിലെ ഉണരുമ്പോൾ തന്നെ മഅയ്യത്തുല്ലാ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിൽ നിന്നിട്ട് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് ഇറങ്ങുന്നു. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു, പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു, വണ്ടിയിൽ കയറുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു, ഇടിമിന്ന് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങൾ കാണുന്നു അവിടെയെല്ലാം. അവിടെ കക്കൂസിൽ കടക്കുന്ന സന്ദർഭത്തിൽ വരെ, പുറത്തു വരുന്ന സന്ദർഭത്തിൽ വരെ അവിടെയെല്ലാം അള്ളാഹുവിനെ സ്മരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ മഅയ്യത്തുല്ലാ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് അവൻ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ അവൻ പറയുന്നതായ വാക്ക് നമുക്കറിയാം, ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക
അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദക സാലിഹീൻ. എന്റെ റബ്ബിന്റെ നാമം കൊണ്ട് എന്റെ വലത് ഭാഗത്തെ ഞാൻ ഇതാ വെക്കുന്നു, എന്റെ ജമ്പിനെ ഞാൻ കടപ്പറയിലേക്ക് അല്ലെങ്കിൽ എന്റെ വിരിപ്പിലേക്ക് ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്റെ ശരീരത്തെ ഈ കടത്തത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ശരീരത്തിന് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇനി ഉണരാൻ ചാൻസ് അനുസരിക്കുകയാണെങ്കിൽ എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ. അപ്പോൾ മഅയ്യത്തുള്ള എന്നതായ ആ പദം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നു. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക എന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ചതായ ആ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മഅയ്യത്തുള്ള ഇസ്തിശ്ആർ ചെയ്യാൻ, അത് ഓർക്കാൻ, അത് സ്മരിക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അതിലൂടെ നമുക്ക് സഹായമാകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഈ മഅയ്യത്തുള്ള എന്ന് പറയുന്നത് നബിമാർക്ക് മാത്രമുള്ളതല്ല, മഹാത്മാക്കളാകുന്ന മുമ്പന്മാരായ ആ സാലിഹ്യങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സർവ്വസത്യ വിശ്വാസികൾക്കും അവരുടെ ജീവിതത്തിലൂടെ, അവരുടെ ഇബാദത്തുകളിലൂടെ, അവരുടെ മുആമലാത്തുകളിലൂടെ, അവർ ചെലവഴിക്കുന്ന ചെലവുകളിലൂടെ, അവരുടെ തനിച്ചാകുന്ന സന്ദർഭങ്ങളിലൂടെ, അവർ ജനങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൂടെ, ഏത് സന്ദർഭത്തിലും അവർക്ക് മഅയ്യത്തുള്ള ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അതിലൂടെ ആസ്വദിക്കാൻ സാധിക്കും, അതിലൂടെ ഈമാൻ വളരും, അവരുടെ മനോവീര്യം അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടി മരിച്ചതായ സന്ദർഭത്തിൽ, ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച സന്ദർഭത്തിൽ അവർക്ക് ദുഃഖിക്കേണ്ടി വന്നു. എത്രത്തോളം കണ്ണിൽ നിന്നിട്ട് ധാരാധാരിയായി വെള്ളമൊഴിച്ചു. അൽ ഐനു തദ്മ വൽ ഖൽബു യഹ്സൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന ആ കുട്ടിയോട് വിടവാങ്ങിയ സന്ദർഭത്തിൽ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിമു ലമഹസൂനൂൻ, നിങ്ങൾ നമ്മളോട് വിടവാങ്ങുന്നതിൽ മഹാദുഃഖമുണ്ട് മകനെ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ദുഃഖം വരുന്ന സന്ദർഭത്തിലും അല്ലാഹ് കൂടെയുണ്ട്, പ്രയാസം വരുന്ന സന്ദർഭത്തിലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹ് കൂടെയുണ്ട്, സത്യവിശ്വാസികളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് മക്ക ഇമാം പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതാണ്. അൽ ഇമാം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബുകാരിൽ അറിയപ്പെട്ടതായ മഹാപ്രശസ്തനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ യുവാവായ കുട്ടി മരിച്ചതായ സന്ദർഭത്തിൽ കഫൻ ചെയ്തിട്ട് ആ കഫന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കുട്ടിയോട് പറയുകയാണ്, അസ്തൗദിഉക അല്ലാഹല്ലദീ ലാ തളിഉ വദായിഉ, നിന്നെ ഞാനിതാ റബ്ബിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടു കൊടുത്തു, എനിക്ക് ഒരു പ്രയാസവുമില്ല നീ എന്നിൽ നിന്നിട്ട് വിടവാങ്ങിയല്ലോ എന്നതിൽ. കാരണം നീ ഇപ്പോൾ അള്ളാഹിന്റെ കസ്റ്റഡിയിലാണ്, അള്ളാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ മഅയ്യത്ത് നിന്റെ കൂടെ ഉണ്ടാകുന്ന കാലത്തോളം എന്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് പ്രയാസപ്പെടേണ്ടതില്ല എന്നതായ പദപ്രയോഗം മഹാനായ അൽ ഇമാം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഉപയോഗിച്ചതായി ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ ഭാഗങ്ങൾ കേൾക്കാൻ സാധിച്ചു. ഏതായാലും ഇരിക്കട്ടെ, മക്ക ഇമാം പറഞ്ഞതായ വിഷയം അള്ളാഹുമായുള്ള ടച്ച്, മഅയ്യത്തുള്ള ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല ഭാഗം അത് അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ ജലാലത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവുകൽപ്പ് പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഏത് സമയത്തും മുറാഖബ നടത്തി ഓർത്ത്, മുറാഖബ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അള്ളാഹു എന്നെ കാണുന്നുണ്ടല്ലോ, അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, അള്ളാഹു എന്റെ എല്ലാ ചലനങ്ങളെ വീക്ഷിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രതിനിധികളായ മലക്കുകൾ എന്റെ കൂടെയുണ്ടല്ലോ, ഇതൊക്കെ ഓർക്കുന്ന സന്ദർഭത്തിൽ മഅയ്യത്തുള്ള ഉണ്ടാക്കിയെടുക്കാൻ നമുക്കത് സഹായകമാവുകയും ചെയ്യും. മദീന ഇമാമ് ഇന്ന് സംസാരിച്ചതായ വിഷയം അത് അൽ ഹയാ എന്നതാണ്. ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ എന്നതാണ് അതിന്റെ അർത്ഥം. ലജ്ജ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ചിഹ്നമായി മാറേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ഔ സിത്തൂന ശുഅബ, ഈമാൻ എന്ന് പറഞ്ഞാൽ 70-ൽ പരം 60-ൽ പരം ശാഖകളാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത്രയും വിശാലമാണ് ഈമാനിന്റെ കാര്യങ്ങൾ. അതിൽ അൽ ഹയാഉ, ഹയാ എന്ന് പറയുന്നത് ഒരാള് ലജ്ജ എന്ന ഒരു ആ വിശേഷത ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നത് ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ ഒരു ഭാഗമാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹയാ എന്ന വിഷയം പറയുമ്പോൾ അതിന് അതിൻ്റെതാകുന്ന പ്രസക്തി നൽകേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ട്? ഇന്ന് ഹയാ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് ലജ്ജയും യാതൊരു നിലക്ക് പുളിയുമില്ലാത്ത രൂപത്തിൽ ഔറത്ത് എന്ത്, ഔറത്തല്ലാത്തത് എന്ത്, അഭിമാനമെന്ത്, അഭിമാനമല്ലാത്തത് എന്ത് എന്ന് വേർതിരിച്ചറിയാതെ, ആണ് പെണ്ണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ പെണ്ണിന്റെ ഡ്രസ് ആണിനും ആണിന്റെ ഡ്രസ് പെണ്ണിനും ധരിച്ചിട്ട് മനുഷ്യൻ നഫുസകന്മാരെ മാതിരി ആയി മാറണം എന്നതായ ചിന്താഗതി വ്യാപകമാകുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്നത്തെ യുഗത്തിലൊക്കെ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അതിനെ അവർ പുരോഗതിയായിട്ട് മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ അത് അധോഗതിയിൽ നിന്നിട്ട് അധോഗതിയിലേക്ക് മനുഷ്യന്മാർ ആഴ്ന്നു പോകുന്ന സന്ദർഭത്തിൽ ഉടലെടുക്കുന്നതായ ഒന്നാണ് എന്നതാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവര് ഏത് സമയത്തും മണിയറയിലിരിക്കുന്നതായ
സ്ത്രീയെ പോലെയായിരിക്കും, മണമാട്ടിയെ പോലെയായിരിക്കും അവരുടെ ലജ്ജ എന്നാണ് റസൂലുള്ളാഹിന്റെ ലജ്ജയെ കുറിച്ച് പറയുന്നത്. അവർക്ക് ഹയാ ആണ്. അവരങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന സമയത്ത് ഹയായോട് കൂടിയാണ് സംസാരിക്കുക. ഹയാ എന്നത് അത് യഥാർത്ഥത്തിൽ വിനയത്തോടു കൂടി ഉണ്ടാകുന്നതായ ഒരു പ്രത്യേക വിശേഷതയാണ്. അള്ളാഹു തന്നെ അള്ളാഹുന്റെ സിഫത്തിൽ ഹയാ എന്ന സിഫത്ത് ഉപയോഗിച്ചതായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഷിട്ടി അവന്റെ കൈ അള്ളാഹുലേക്ക് പൊക്കി അള്ളാഹുവേ 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അർഹനായ വ്യക്തിയാണ് ഈ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ അവന്റെ കൈയിന് വെറുതാവിൽ മടക്കി കളയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്തതാണെന്ന് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഉപയോഗിച്ചത് അള്ളാഹ്ക്ക് ലജ്ജയാണ് വെറുതാവിൽ മടക്കി കളയുക എന്നതാണ് അവിടെ ഉപയോഗിച്ചതായ ശൈലി. അപ്പോൾ ഹയാ എന്നത് അള്ളാഹുവിന്റെ സിഫത്തിൽ തന്നെ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഹയ്യായിരുന്നു എന്നാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിൽ പറയുന്നത്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഹയ്യാണ് എന്നത്. ഹയാ എന്നതായ സിഫത്ത് മുസ്ലിം സ്ത്രീകളിൽ പ്രത്യേകം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളിൽ ഹയാ എന്ന സിഫത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവർക്ക് ഇസ്ലാമിന്റെ പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങാനും ചടഞ്ഞ് ജീവിക്കുവാനും അവർക്ക് അത് സഹായകമാകും. അവർക്കത് സപ്പോർട്ട് ചെയ്യും. അവർക്ക് അതിൽ ഷജാഅത്ത് നൽകും. അവർക്ക് അതിൽ പ്രേരണ നൽകും. എപ്പോൾ എന്തിനു വേണ്ടി? ഹയാ എന്നതായ ആ സിഫത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രത്യേകത നാം ഉണ്ടാക്കിയെടുക്കാൻ, അത് മനസ്സിലാക്കിയെടുക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ സത്യവിശ്വാസികൾ ആസകലം പരിശ്രമിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിം സ്ത്രീകളാണ് അതിനെ ശക്തിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പാടുപെടേണ്ടത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഹയാ വലിച്ചെറിയപ്പെട്ട യുഗമാണ്. ഹയാ വലിച്ചെറിയപ്പെടാൻ വേണ്ടിയിട്ട് പോരാട്ടങ്ങൾ പല പല രാഷ്ട്രങ്ങൾ, വൻ രാഷ്ട്രങ്ങൾ അതിനെതിരിൽ പടപൊരുതിയിരിക്കുകയാണ്. ഹയാനെതിരിൽ പടപൊരുതിയിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ നാട് പോലത്തതായ ഇന്ത്യ പോലത്തതായ നാടുകളിലൊക്കെ പാഠപുസ്തകങ്ങളിൽ വരേക്കും ഹയാനോടുള്ള വിടവാങ്ങൽ, അവസാനത്തെ വിടവാങ്ങാൻ വേണ്ടിയുള്ളതായ സ്ത്രീ പുരുഷൻ ഭേദമന്യേ യാതൊരു ചേഞ്ച് ഇല്ലാത്തതായ രൂപത്തിൽ അവര് രംഗപ്രവേശനം നടത്തണം, അവരുടെ ഇടയിൽ വസ്ത്രധാരണയിൽ വരെ ചേഞ്ച് ഉണ്ടാവേണ്ടതില്ല എന്നൊക്കെ പറയുന്നതായ യുഗമാണിത്. അങ്ങനെയുള്ള യുഗത്തിലൊക്കെ എത്ര പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഹയാ എന്ന് പറഞ്ഞാൽ. അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ എന്നാണ് മുസ്ലിങ്ങൾ പഠിച്ചു വരുന്നത്. ഈമാനിന്റെ ഒരു ഭാഗമാണ്, ഈമാനിന്റെ ഒരു ഘടകമാണ് സത്യവിശ്വാസി ഹയാ ഉള്ളളായി മാറുക എന്നത്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ച സന്ദർഭത്തിൽ പെൻഷനായ സ്ത്രീകൾ അഥവാ ഹൈലില്ലാത്ത ഹൈല് സ്റ്റോപ്പായ കളവിയായ സ്ത്രീകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പർദ്ദ ധരിക്കൽ അവർക്ക് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ അവർ സാധാരണ ധരിക്കുന്ന ആ മര്യാദയോട് കൂടിയുള്ള ഡ്രസ്സ് മാത്രം ധരിച്ചാൽ മതി. മുഖം മറക്കേണ്ടതില്ല, കൈ മറക്കേണ്ടതില്ല. ആരുടെ മുമ്പിൽ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ. എപ്പോൾ? 50ന്റെയും 60ന്റെയും കാലഘട്ടത്തിൽ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. അഥവാ ആ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അഥവാ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ലാത്ത ഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മെൻസസിനോട് വിട വാങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, എന്നാലും ആ സന്ദർഭത്തിലും അവര് മര്യാദയുള്ള, നമ്മുടെ വിഷയം ഹയാ ഉള്ളവളായി മാറുക എന്നതാണ് അവർക്ക് ഉത്തമമായ രീതി എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പഠിപ്പിച്ചത്. ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് നമ്മുടെ മര്യാദയെ, നമ്മുടെ അഭിമാനത്തെ നാം സംരക്ഷിക്കാൻ എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു തആല ഷിട്ടികളോട് കൽപ്പിച്ചു. എന്തിനു വേണ്ടി കൽപ്പിച്ചു? അവരുടെ അന്തസ്സുള്ള ജീവിതം അവർ നയിക്കാൻ വേണ്ടിയും അവരുടെ ജീവിതത്തിലുള്ളതായ ആ അന്തസ്സുള്ള ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, സുന്നത്ത് പഠിപ്പിക്കുന്ന ആ പർദ്ദ നടപ്പാക്കുന്ന സന്ദർഭത്തിൽ വ്യഭിചാരത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, ആ മിശ്രമായുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ, മിശ്രമായുള്ള ജോലിയിൽ നിന്ന് രക്ഷപ്പെടാൻ, മിശ്രമായുള്ള വിദ്യാഭ്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാം, മിശ്രമായിട്ട് സ്ത്രീ പുരുഷന്മാർ ഭേദമന്യേ വ്യത്യാസമില്ലാത്ത രൂപത്തിലുള്ളതായ അഴിഞ്ഞാട്ടത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, എന്നിട്ട് പർദ്ദയിലേക്ക് മടങ്ങാൻ, അള്ളാഹുലേക്ക് മടങ്ങാൻ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ, ഇസ്ലാമിക ജീവിതം നയിക്കാൻ നമ്മുടെ മുസ്ലിം സഹോദരികളെ, നമ്മുടെ മുസ്ലിം യുവതികളെ അത് സഹായിക്കും എന്നതാണ് അതിൽ നിന്നിട്ട് നാം പഠിച്ചു വരേണ്ടത്. അങ്ങനെയുള്ളതായ ഒരു മഹാ നേട്ടത്തിന് മാധ്യമമായി ഉപയോഗിക്കാൻ പറ്റുന്നതായ ഒരു സാധനമാണ് ഹയാ എന്ന് പറഞ്ഞാൽ. ആ ഹയാ എന്ന് ഉറാബുൽ അബി എന്ന് മാതിരിയായിരിക്കുകയാണ്. ഉറാബുൽ അബി എന്ന് പറഞ്ഞാൽ വെളുത്ത കാക്ക. വെളുത്ത കാക്ക ഉണ്ടാവാറില്ല, ചൂട്ട് കത്തിച്ച് നോക്കേണ്ടി വരും വെളുത്ത കാക്കയെ കിട്ടാൻ എന്നതുപോലെയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഹയാ മുസ്ലിം ലോകത്തിന്റെ, അല്ല മനുഷ്യരാശിയുടെ അടുക്കൽ എന്നതാണ് യാഥാർത്ഥ്യം. അള്ളാഹു അങ്ങനെയുള്ള അപകടത്തിൽ നിന്നൊക്കെ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കട്ടെ, മുസ്ലിം യുവാക്കളെ മോചിപ്പിക്കട്ടെ, മുസ്ലിം യുവതികളെ മോചിപ്പിക്കട്ടെ. അത്തരം ഇസ്ലാം കൽപ്പിച്ചതായ ആ മര്യാദ എന്ന ആ സിഫത്തുകൾ വീണ്ടെടുക്കുവാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം മുസ്ലിം സമൂഹത്തിൽ അള്ളാഹു ഉണ്ടാക്കിയെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ നാം പറഞ്ഞതായ മക്ക ഇമാം പറഞ്ഞ വിഷയം തൗഹീദ്, അപ്രകാരം മയ്യത്തുള്ള എന്ന വിഷയം, മദീന ഇമാം എന്ന് സൂചിപ്പിച്ചതായ ഹയാ, ലജ്ജ എന്ന് പറയുന്നതായ ആ വിഷയം, ഇതെല്ലാം അതേ രൂപത്തിൽ ഗ്രഹിച്ച് മനസ്സിലാക്കി നാം എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ, നമ്മുടെ പരിസരത്തിൽ ആ സകലം നടപ്പാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ
അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ സുഖപ്പെടുത്തുന്ന രക്ഷിതാവേ, പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ അകറ്റണ രക്ഷിതാവേ, ബുദ്ധിമുട്ടുകളുടെ ബുദ്ധിമുട്ടുകളെ ദൂരപ്പെടുത്തുന്ന രക്ഷിതാവേ, കടമുള്ളവരുടെ കടങ്ങളെ വീട്ടണ രക്ഷിതാവേ, ഇണയില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ നൽകണ രക്ഷിതാവേ, സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണ രക്ഷിതാവേ, ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ രക്ഷിതാവേ, അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണ രക്ഷിതാവേ, അവരോടൊപ്പം ഞങ്ങളെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടനാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.